ഓം നമഃ ശിവായ. ജ്യോതിഷ ചന്ദ്രികയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിലൂടെ പറയുന്നത് ഒരു വ്യക്തിയിൽ ഉണ്ടാകാവുന്ന വളരെ ഭയപ്പെടുത്തുന്നതും ഒരു വ്യക്തിയെ നശിപ്പിക്കുന്നതിനും കൊല്ലുന്നതിനും അവരുടെ കഴിവുകളെല്ലാം തന്നെ നിരുത്സാഹപ്പെടുത്തുന്നതിനും ചെയ്യുന്ന മഹാ ആഭിചാര ക്രിയകളെക്കുറിച്ചും അതുപോലെ തന്നെ കൂടോത്രങ്ങൾ അഥവാ ചെയ്യുന്നതിനെക്കുറിച്ചും കൂടാതെ കൊണ്ട് തന്നെ ദുർമന്ത്രവാദങ്ങളെക്കുറിച്ചും അവയിൽ നിന്നെല്ലാം തന്നെ നമ്മൾക്ക് എങ്ങനെയാണ് രക്ഷപ്പെടുവാൻ സാധിക്കുന്നതിനെക്കുറിച്ചും വളരെ ഭംഗിയായിട്ട് രീതിയിൽ നമ്മൾക്ക് അവയെ വളരെ ലഘുവായ രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ സാധിക്കുന്ന ഒന്നാണ്. ഒരു വ്യക്തിയുടെ ഉയർച്ച കണ്ടിട്ട് അവനിൽ അസൂയ തോന്നുകയും അവൻ്റെ എല്ലാം തന്നെ നശിപ്പിക്കണം, അഥവാ നമ്മൾക്ക് അവരോട് ശത്രുതയും അവർക്ക് നമ്മളോട് ശത്രുതയും തോന്നുക, നമ്മളുടെ ഉയർച്ചയെ അവർക്ക് അസൂയ തോന്നുക, നമ്മളെ എങ്ങനെയെങ്കിലും വളരെ നിരുത്സാഹപ്പെടുത്തണം, നമ്മളെ വിജയത്തിൽ നിന്നും വളരെ താഴ്ചയിലേക്ക് പരാജയത്തിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള നമ്മളുടെ ശത്രുക്കളുടെ മനസ്സിൻ്റെ ചിന്താഗതികളോടുകൂടി നമ്മൾക്ക് എതിരെ ചെയ്യുന്ന ദുർമന്ത്രവാദങ്ങളെയാണ് മാരണമെന്ന് പറയുന്നത്. ആ ദുർമന്ത്രവാദങ്ങൾ വളരെ ശക്തമാകുമ്പോഴാണ് അതിനെ ആഭിചാരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന് പോരാഞ്ഞിട്ട് അവർ തന്നെ എന്ത് ചെയ്യുന്നു, വീടിൻ്റെ പരിസരത്ത് വളരെ ഭംഗിയായിട്ട് ജപിച്ചുകൊണ്ട് ഇടുന്ന കീല് പോലെയുള്ള വസ്തുക്കളുണ്ട്. അതും നമ്മളെ കൊല്ലുന്നതിനോ നമ്മളുടെ പ്രഭാവം നശിപ്പിക്കുന്നതിനോ നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്നതിനോ നമ്മളുടെ വീട് നശിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടോ ചെയ്യുന്നതാണ്. എന്നാൽ ഇതെല്ലാം തന്നെ ചെയ്യുമ്പോഴും നമ്മളൊരു കാര്യം ഓർക്കുക, നമ്മൾ വളരെ ഭംഗിയായിട്ട് ഇവയെല്ലാം തന്നെ നേരിടുവാനുള്ള ഒരു ധൈര്യം നമ്മൾക്ക് മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക, ഒരു ശക്തി നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കുക. ആ ശക്തി നമ്മൾക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? കൊല്ലുന്നതിന് വേണ്ടി ഒരാൾ ചെയ്യുന്ന പ്രവർത്തനമാണ് ദുർമന്ത്രമാണ് മാരണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മളുടെ കഴിവുകളെ നശിപ്പിക്കുക, നമ്മളെ പരാജയപ്പെടുത്തുക, നമ്മളെ നിരുത്സാഹപ്പെടുത്തുക, മടിയാക്കുക, നമ്മൾക്കൊന്നും ജോലിക്ക് പോകുവാൻ സാധിക്കുന്നില്ല, കുട്ടികൾക്ക് വളരെയധികം വിദ്യാഭ്യാസം ചെയ്യുവാൻ സാധിക്കുന്നില്ല, എല്ലാം തന്നെ മടിയാണ്, എല്ലാം തന്നെ വളരെ നമ്മളുടെ ബിസിനസ് ആണെങ്കിൽ വളരെയധികം മോശമായിട്ട് പോകുന്നു, നമ്മൾക്ക് ഒന്നിനും ഉയർച്ചയില്ല, എല്ലാം താഴ്ന്നു പോകുന്നു, നമ്മൾ വളരെയധികം രോഗങ്ങൾ നമ്മൾക്ക് വരുന്നു, അറിയാതെ നമ്മൾക്ക് വളരെയധികം ചിലവുകൾ വരുന്നു, നമ്മൾക്ക് അറിയാതെ അപകടങ്ങൾ ഉണ്ടാകുന്നു, നമ്മൾക്കുണ്ടാകുന്ന ദുർനിമിത്തങ്ങളെല്ലാം തന്നെ നമ്മൾക്കെതിരായി വരുന്നു. ഇതിനുള്ള കാരണങ്ങൾ എന്താണെന്ന് നമ്മൾക്ക് തന്നെ പരിശോധിക്കാവുന്നതാണ്. അതിൽ പ്രധാനമായിട്ടും ഒരു പൂവിൻ്റെയോ ഒരു ദേവതയുടെയോ അല്ലെങ്കിൽ ഒരു ഫലത്തിൻ്റെയോ പേര് നമ്മൾ ഓർക്കുക. അതിൻ്റെ ആദ്യ അക്ഷരത്തിനെ 2 കൊണ്ട് ഗുണിക്കുക. 2 കൊണ്ട് ഗുണിച്ച് കിട്ടുന്ന ആ ആദ്യാക്ഷരത്തിനെ വീണ്ടും അതിൻ്റെ 4 കൊണ്ട് ഗുണിക്കുക. അങ്ങനെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ 2ഉം കൂടി കൂട്ടിക്കഴിയുമ്പോൾ കിട്ടുന്ന ഫലത്തിനെ 9 കൊണ്ട് ഹരിക്കുക. അതിൻ്റെ ശിഷ്ടം നമ്മൾക്ക് 1 വരുന്നതെങ്കിൽ നമ്മൾക്ക് കീല് അഥവാ ദോഷങ്ങളൊന്നും തന്നെയില്ല, കൂടോത്രമൊന്നും തന്നെയില്ല. അതിൻ്റെ ശിഷ്ടം 2 വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് കൂടോത്രം അഥവാ മാരണം, മഹാഭിചാരം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ ഇതിനായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിനെതിരെയുള്ള പ്രതിവിധികൾ നമ്മൾ ഉടൻ തന്നെ ചെയ്യണം. അല്ലെങ്കിൽ അത് കൂടിക്കൂടി വരികയും നമ്മളെ വളരെയധികം വിഷമിപ്പിക്കുകയും നമ്മളുടെ സമ്പത്തുക്കളെല്ലാം നശിച്ചു പോവുകയും നമ്മളുടെ ബിസിനസ്സുകളെല്ലാം തന്നെ തകർന്നു പോവുകയും നമ്മൾക്ക് ഒന്നും തന്നെ ചെയ്യുവാൻ സാധിക്കില്ലാതെ നമ്മൾ വളരെ മോശമായ നിലയിലേക്ക് മാറുകയും ചെയ്യും. അതിനുവേണ്ടി നമ്മൾ എടുക്കേണ്ട തയ്യാറെടുപ്പുകൾ എന്തെല്ലാമാണ്, അതാണ് നമ്മൾ നോക്കേണ്ടത്. ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ അതിനെക്കുറിച്ച് ഒരു പ്രധാനമായിട്ടുള്ള കാര്യമുണ്ട്. നമ്മളുടെ എല്ലാം തന്നെ കേരളത്തിൻ്റെ ആചാര്യനായിരുന്നു ശ്രീ ശങ്കരാചാര്യർ. അദ്ദേഹം എൻ്റെ കുട്ടിക്കാലത്ത് വളരെ ബാല്യകാലത്ത് ഗുരുകുല വിദ്യാഭ്യാസമെല്ലാം നടക്കുന്ന കാലഘട്ടത്തിൽ അവർക്ക് ഭിക്ഷ എടുക്കുക എന്ന് പറയുന്നൊരു ചര്യയുണ്ടായിരുന്നു.
ആ ഭിക്ഷ എടുക്കുവാനായിട്ട് ആ പയ്യൻ അഥവാ ചെറുക്കൻ കൊച്ചു പയ്യനായ ആചാര്യൻ നമ്മളുടെ ശങ്കരാചാര്യർ പോകുന്ന സമയത്ത് ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ എത്തുവാൻ സാധിച്ചു. ആ ബ്രാഹ്മണ കുടുംബത്തിൽ ചെല്ലുമ്പോൾ അവിടെ യാതൊരുവിധ നിവൃത്തിയുമില്ല അവർക്ക്. എല്ലാവരും വളരെ അവരുടെ ആ ഒരു അമ്മ മാത്രമുണ്ട്. ആ അമ്മയ്ക്കാണെങ്കിൽ ഈ കുഞ്ഞിനെ എന്തെങ്കിലും കൊടുക്കണം, എന്തെങ്കിലും നൽകണം, ഭിക്ഷയായിട്ട് കൊടുക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ ഒന്നും തന്നെ അവരുടെ കയ്യിൽ നിവൃത്തിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആ വീടുകൾ മൊത്തമായിട്ട് അവർ ഒന്ന് പരതി നോക്കിയപ്പോൾ ഒരു നെല്ലിക്ക കിട്ടി. ആ നെല്ലിക്ക ഈ കുഞ്ഞിന് കൊണ്ടുവന്ന് ഭിക്ഷയായി കൊടുത്തു. അത് വളരെ സന്തോഷത്തോടു കൂടി അത് സ്വീകരിച്ചു. അതിനുശേഷം ശ്രീ മഹാലക്ഷ്മി തന്നെ അപ്പോൾ അദ്ദേഹത്തിന് നൽകിയ ഒന്നാണ് മഹാലക്ഷ്മി അഷ്ടോത്തരം എന്ന് പറയുന്നത്. അവിടെ ആ നെല്ലിക്കായ്ക്കിൻ്റെ വലിപ്പത്തിൽ തന്നെ അത് വളരെ രത്നമണികളുണ്ടായി. അത് കനകധാര സ്തോത്രമെന്നാണ് പറയുന്നത്. മഹാലക്ഷ്മി അഷ്ടോത്തരം മഹാലക്ഷ്മി അഷ്ടോത്തരമാണ് കനകധാര സ്തോത്രം. ആ കനകമാണ് ഇവിടെ എല്ലാം ഉണ്ടായത്. അതെല്ലാം തന്നെ വാരി ആ കുഞ്ഞ് ആ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു. അപ്പോൾ എന്നിട്ട് മഹാലക്ഷ്മി ആ പയ്യനോട് ആ കുഞ്ഞിനോട് പറഞ്ഞു കൊടുത്തു. അത് മഹാലക്ഷ്മി അഷ്ടോത്തരം കനകധാര സ്തോത്രം പറഞ്ഞു കൊടുത്തു. എന്താണ്? അംഗഹര്യവിളകഭൂഷണ മാത്രേന്ദ്രിയും ഗാംഗിനേയമുള്ള അവരണന്തമാല മംഗീകൃതാതിര പാങ്കലീല മംഗല്യദസ്തമുള്ള ദേവതായ മുക്താമുരാരെ പ്രേമിത്രപാദാനി ഗതാഗതാനി മലാദൃശോമജീപിലെ അമേലയും സാഗര സംഭവമായ ആദമ്യമ്യം ഉദാമുദം അനേനിക ഭഷ്മനേത്രം പുതിയപിലിംഗ ശയാങ്കരായ മഹോദരേമദസ്തുവേയ ഹരിവലിവ നീല മഹിപ്രഭാതി കാമപ്രദോ കടാക്ഷമാല കല്യാണകമലാലയായ കാളാമ്പതാളിയുടെ കൈലഭാര്യ ആരാധരേതി യാതൊരു തങ്കനേവം മതസമസ്ത ഗതാമിനിയമത്രീ ഭദ്രാണിമേ സ്വർഗമല്ലായ പ്രാത്തംപദം മംഗല്യഭാജ്യമതീയാപദൈത്രീ ക്ഷാർദം മദാക്ഷസാക്ഷി മകരാലയ കന്യകായ വിശാമരേന്ദ്രവതി അനന്ദാനന്ദഗന്ധർദികമദർശോഭി വിഷണ്ണീക്ഷീഷാദം ദീപരോസരഗരുദ്രായ ഇഷ്ടാവിഷ്ടമതയൂദർദാഷ്ടിപ്രവിഷ്ടേ കബലോദരിഷ്ടാവിഷ്ടിങ്കിരഷ്ടാവിഷ്കരവിഷ്കര ത്യാഗേന്ദ്രാംബുധാരാമസ്മില്ലകുഞ്ചല വിഹംഗതിശാദൃഷ്ണേ ദുഷ്കർമ്മകർമ്മചരാതുരായ നാരായണ പ്രണയദേവതീതി ശാകംബരീതി ശശികരവല്ലഭീതി സൃഷ്ടിസ്ഥിതിപ്ലയ സംസായി സ്വസ്തേ നമസ്തേ ശതപത്ര നികേതനായി പുഷ്ടേ നമസ്തേ പുരുഷോത്ത വല്ലഭായി നമസ്തു നാളികത പന്നായി നമസ്തു ജക്തോജിത ഇൻമഭൂതി നമസ്തു സോമാമൃത സോദരായി നമസ്തു നാരായണ വല്ലഭായി നമസ്തു ഭൂമണ്ഡലനായി സ്തു നന്ദാത്മജ വല്ലഭായി സ്വപ്നീരണി സലീന്ദ്രന്ദിനാനി സാമ്രാജ്യദാനി സലീഷ ശുക്ലാക്ഷവാസനാവതി സേവകസ്യ സന്ദനോതി വാൻസേ തമ്പുരാരി റേശ്രീപതി സരസീജലിലെ സരോജകസ്തേ കുളമാൻ ശിവന്തമാലി ശോഭി ഭഗവതി ഹരി വല്ലമേമലവും ചെയ്ത് ഗസ്തിബീകലമോഷ്ട എന്നുള്ള ആ മഹാലക്ഷ്മി കനകധാര സ്തോത്രം അത് അദ്ദേഹം എഴുതുകയുണ്ടായി. അത് മഹാശ്രീ മഹാലക്ഷ്മി തന്നെ പറഞ്ഞു കൊടുത്തതാണെന്ന് പറയുന്നത്. അത് നമ്മൾ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ജപിക്കുകയാണെങ്കിൽ നമ്മളിലുണ്ടാകുന്ന ഒരു ദുഃഖങ്ങളും നമ്മൾക്കുണ്ടാകുകയില്ല. എന്ത് കൂടോത്രമോ അഭിചാരമോ അതുപോലെ തന്നെ നമ്മളുടെ വീടിൻ്റെ പരിസരത്ത് കൊണ്ടുകൂടുന്ന കീലോ എന്തുമായിക്കോട്ടെ അതൊന്നും തന്നെ നമ്മളെ ബാധിക്കുകയില്ല. അതെല്ലാം തന്നെ ആ സ്തോത്രത്തിൻ്റെ കനകധാര സ്തോത്രത്തിൻ്റെ ആ ശക്തി കൊണ്ട് എല്ലാം നിർവീര്യമായി പോകും. മാത്രമല്ല ആരാണോ നമ്മൾക്കെതിരായിട്ട് അത് ചെയ്തത്, ഇപ്പോൾ ഒരു മന്ത്രവാദം അല്ലെങ്കിൽ ഒരു ദുഷ്കർമ്മം ചെയ്യുമ്പോൾ അത് ഒന്നെങ്കിൽ ആ ശത്രുവിന് കൊള്ളും, അല്ലെങ്കിൽ ആ ചെയ്ത ആളിന് തിരിച്ചു കൊള്ളും. അത് ഉറപ്പാണ്. അത് വെറുതെ ആകില്ല. അത് നമ്മൾക്ക് ഒരു കവചമാണ് ഉണ്ടാകുന്നത്. അത് നമ്മൾക്കൊരു കവചം നമ്മൾ മഹാലക്ഷ്മി തരികയാണ്. അത് നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾക്കൊന്നും തന്നെ നമ്മൾ പ്രതിവിധിയായിട്ടൊന്നും തന്നെ ചെയ്യേണ്ട. നമ്മൾക്കിത് കാര്യം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളിലുണ്ടാകുന്ന ആ നമ്മളിലുണ്ടാകുന്ന ദുർമന്ത്രവാദം കൊണ്ടുണ്ടാകുന്ന ദൂഷ്യങ്ങളെ പ്രതിരോധിക്കുവാൻ ഈ മഹാലക്ഷ്മി അഷ്ടോത്തരം മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. എല്ലാവരും ഇത് ചൊല്ലുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവർക്കും
നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വൈക്കത്തപ്പൻ്റെ നാമധേയത്തിൽ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.